കണ്ണേറ്, ദൃഷ്ടിബാധ, നാവേറ്, പ്രാക്ക് തുടങ്ങിയവയെല്ലാം ഒന്നു തന്നെയാണ്. കണ്ണിന് മറ്റു അവയവങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ സ്വാധീന ശക്തിയുള്ളതുകൊണ്ട് കണ്ണേറ് എന്ന് പറയുന്നു എന്ന് മാത്രം. കണ്ണേറ് യാഥാർത്ഥ്യമാണോ അതല്ല വെറും ഐതിഹ്യമാണോ? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേറ് സത്യമാണ്. അതുപോലെ യൂസുഫ് സൂറത്തിൻ്റെ 67-ാം വാക്യം കണ്ണീറിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് വ്യക്തമാക്കി തരുന്നു. യാക്കൂബ് നബി അലൈഹിസ്സലാം തൻ്റെ മക്കളോട് ഈജിപ്തിൽ പ്രവേശിക്കുമ്പോൾ ഒറ്റ വാതിലിലൂടെ പ്രവേശിക്കരുതെന്നും വ്യത്യസ്ത വാതിലുകളിലൂടെ പ്രവേശിക്കണമെന്നുമാണ് ഈ ആയത്തിൽ പറയുന്നത്. കണ്ണേറ് തട്ടാതിരിക്കാനാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം ഇങ്ങനെ പറഞ്ഞതെന്നാണ് നിരവധി മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുള്ളത്. അതുപോലെ ഒരിക്കൽ സഹൽ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു കുളിക്കുകയായിരുന്നു. സുന്ദരനായ അയാളെ നോക്കി ആമിർ ഇബ്നു റബീഅ ആശ്ചര്യപൂർവ്വം പറഞ്ഞു, മണിയറയിൽ കഴിയുന്ന മണവാട്ടികളെപ്പോലും ഞാൻ ഇത്ര സൗന്ദര്യത്തോടെ കണ്ടിട്ടില്ല. ഇതോടെ സഹലിന് പനി ബാധിച്ചു. വിവരമറിഞ്ഞ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും ഇദ്ദേഹത്തെ കണ്ണുവെച്ചതായി സംശയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആമിർ ഇബ്നു റബീഅയെ സംശയമുണ്ടെന്നവർ പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്തിനാണ് നിങ്ങളിൽ ഒരാൾ തൻ്റെ സഹോദരനെ കൊല്ലുന്നത്? അത്ഭുതമുളവാക്കുന്ന ഒന്ന് നീ കണ്ട സമയത്ത് അദ്ദേഹത്തിന് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൂടായിരുന്നു? ഇതെല്ലാം കണ്ണീറിൻ്റെ യാഥാർത്ഥ്യമാണ് നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ബുദ്ധിപരമായും ശാസ്ത്രീയമായും പ്രമാണപരമായും അംഗീകരിക്കപ്പെടേണ്ടതാണ് കണ്ണീർ.